കണ്ണൻ മധുരയിലെത്തി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരിൽ ഒരാളായ ഉദ്ധവനോട് വൃന്ദാവനത്തിൽ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചു വരാൻ ഉദ്ധവനോട് കണ്ണൻ ആവശ്യപ്പെടുകയാണ്. അതിന് പ്രകാരം കണ്ണനൊരു സന്ദേശം, ഗോപികമാർക്കായിട്ടൊരു സന്ദേശം ഉദ്ധവൻ്റെ പക്കൽ നൽകുന്നു. ഉദ്ധവൻ മധുരയിൽ നിന്നും വൃന്ദാവനത്തിലെത്തുന്നു. ഉദ്ധവനെന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഉദ്ധവനെന്ന് പറഞ്ഞാൽ അറിവിൻ്റെ മറുകര കണ്ട ഒരു വ്യക്തിയാണ്. അറിവിൻ്റെ മറുകര കണ്ട ഒരാളാണ് ഉദ്ധവൻ. മഹർഷിമാർക്ക് പോലും അറിയാത്ത പല ജ്ഞാനങ്ങളും നേടിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഉദ്ധവൻ. അദ്ദേഹം കൃഷ്ണൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവാണ്. കൃഷ്ണനെ എപ്പോഴും കൃഷ്ണനോടൊപ്പമാണ്, അദ്ദേഹത്തിൻ്റെ വാസം കൃഷ്ണനോടൊപ്പമാണ്, കണ്ണനോടൊപ്പമാണ്. കണ്ണൻ്റെ ദൂതുമായിട്ട്, കണ്ണൻ്റെ സന്ദേശവുമായിട്ട് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. വൃന്ദാവനത്തിലെത്തുന്നു. പക്ഷേ അദ്ദേഹം ഇതൊക്കെയാണെങ്കിൽ അദ്ദേഹം ഭക്തന്മാരിൽ വെച്ച് വലിയൊരു ഭക്തൻ കൂടിയാണ്. ഉദ്ധവൻ വൃന്ദാവനത്തിലെത്തിയപ്പോൾ ഗോപികമാരുടെ കണ്ണനോടുള്ള പ്രേമം, അതുപോലെ തന്നെ ഗോപികമാർക്ക് കണ്ണനോടുള്ള ഭക്തിയും കണ്ട് ഉദ്ധവൻ ആകെ പരവശനാവുകയാണ്. അദ്ദേഹം അതുപോലെ കണ്ണൻ്റെ സന്ദേശവുമായിട്ട് അദ്ദേഹം ഗോപികമാരുടെ അടുത്തെത്തുമ്പോൾ അദ്ദേഹം കാണുന്നത് ഓരോ ഗോപികയ്ക്കൊപ്പവും കണ്ണനെ കാണുന്നു. എവിടെ ചെന്നാലും വൃന്ദാവനം മുഴുവൻ കണ്ണൻ മുഴുവൻ കൃഷ്ണമയമായിട്ട് തോന്നി ഉദ്ധവന്. കൃഷ്ണൻ്റെ ദൂതുമായിട്ട് മധുരയിലെത്തിയ ഒരാളാണ് ഉദ്ധവൻ. കേട്ടോ, മധുരയിൽ നിന്നും കൃഷ്ണൻ്റെ ദൂതുമായിട്ട് എത്തിയ ഒരാളാണ് ഉദ്ധവൻ. വൃന്ദാവനത്തിലൊരു മായാലോകത്തിലകപ്പെടുകയാണ്. അദ്ദേഹം സത്യമെന്ത് മിഥ്യ ഏത് എന്നറിയാൻ പാടില്ലാത്ത ഒരു മായയിൽ ഉദ്ധവൻ അകപ്പെടുകയാണ്. ഉദ്ധവൻ വൃന്ദാവനത്തിൽ നിന്നും പരിഭ്രാന്തനായി മധുരയിലെത്തുകയാണ്. മധുരയിലെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ വൃന്ദാവനത്തിൽ വെച്ച് ഉദ്ധവൻ പല സ്ഥലത്തും കണ്ണനെ കാണുകയുണ്ടായി. കണ്ണൻ്റെ മായാശക്തി കൊണ്ട് പലയിടത്തും കണ്ണനെ കാണുകയുണ്ടായി. ഗോപികമാരോടത്ത് വിരാജിക്കുന്ന കണ്ണനെ പല സ്ഥലത്തും ഉദ്ധവൻ കണ്ടു. പക്ഷേ മധുരയിലെത്തിയപ്പോൾ യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാത്ത തന്നെ വൃന്ദാവനത്തിലേക്ക് പറഞ്ഞയച്ച ഒരു കണ്ണനെയാണ് മധുരയിൽ തിരിച്ചെത്തിയപ്പോൾ ഉദ്ധവൻ കണ്ടത്. യാതൊന്നും അറിയാത്തവനെ പോലെ ഇരിക്കുന്ന കണ്ണൻ, മായാവികളുടെ മായാവിയായ ശ്രീകൃഷ്ണ പരമാത്മാവ്. ഈ സമയത്ത് ഉദ്ധവൻ കണ്ണൻ്റെ കാൽക്കലേക്ക് വീഴുകയാണ്. തനിക്ക് ഒരുപാട് ഉദ്ധവൻ പൊട്ടിക്കരയുകയാണ്. ഈ സമയത്ത് കണ്ണൻ ഉദ്ധവനോട് പറയുന്നുണ്ട്, അല്ലയോ ഉദ്ധവ, അങ്ങ് കഴിഞ്ഞതെല്ലാം സ്വപ്നം പോലെ മറന്നേക്കൂ എന്ന് കൃഷ്ണൻ ഉദ്ധവനോട് പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഉദ്ധവനെന്ന് പറഞ്ഞാൽ